all got me thinking. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്നുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇത് എഴുതിയ ആളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് 1928 to 2004 വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. ഹി വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഒരു കൊളംബിയൻ റൈറ്ററാണ്. അതുപോലെ തന്നെ ഹി ഈസ് ഓൾസോ എ സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ഹി വാസ് കോൾഡ് അഫെക്ഷനേറ്റ്ലി ഗാബോ. അപ്പോൾ ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ആളുകൾ വിളിച്ചിരുന്ന പേര് ഗാബോ എന്നാണ്. ചുരുക്കപ്പേരാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഗാബോ എന്നുള്ളത്. ഹി വാസ് അവാർഡഡ് ദ ന്യൂ സ്റ്റാൻഡ് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972 ആൻഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാർക്കസ് ഫസ്റ്റ് മേജർ വർക്ക് ഇസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. 1955 പത്രത്തിലൊരു സീരീസായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യ വർക്ക് കൂടി ആണ്. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ആർ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് നോവലുകൾ 100 Years of Solitude in 1967, The Autumn of the Patriarch in 1975 and The Love in the Time of Cholera in 1985. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രശസ്തമായിട്ടുള്ള മറ്റ് വർക്കുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. ഹി ഈസ് എ കൊളംബിയൻ റൈറ്റർ ആൻഡ് ഹി ഹാസ് ഗോട്ട് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് Nobel Prize for Literature in 1982 and his major work is The Story of a Shipwrecked Sailor and his best known novels are 100 Years of Solitude, The Autumn of Patriarch and The Love in the Time of Cholera. ഇനി ഈ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ, ഷിപ്പ്‌റെക്ക്ഡ് എന്ന് വെച്ചാൽ കപ്പൽ ദുരന്തത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ ടെൽസ് ആഗെ ഓഫ് ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. അപ്പോൾ ഇവിടെ ഈ കഥയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ കഥയാണ്. ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ. വെലസ്കോയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അദ്ദേഹം ഒരു 20 വയസ്സുള്ള ഒരു നാവികനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അപകടത്തിൽപ്പെടുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒരു അപകടത്തിൽപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്ഡ് ഓവർബോർഡ് ഡ്യൂറിങ് എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് ദ കരീബിയൻ സീ ഓൺ February 28, 1955. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കപ്പൽ മുങ്ങിപ്പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതിൽ അനാവശ്യമായി കുറേ കാർഗോ കയറ്റിയത് കൊണ്ട് കപ്പലിൻ്റെ ബാലൻസ് തെറ്റി അങ്ങനെ ഇവർ കടലിലേക്ക് വീഴുകയാണ് ചെയ്തത്. അല്ലാതെ കപ്പൽ തകർന്നു പോയതല്ല എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിതൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ ഹി സർവൈവ്ഡ് 10 days ഓൺ ദ ഓപ്പൺ സീ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്? ഇതിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അത് വെലസ്കോയാണ്. വെലസ്കോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏകദേശം ഒരു 10 ദിവസം ഇങ്ങനെ ആരെങ്കിലും സഹായത്തിന് വരുന്നത് വരെ 10 ദിവസം അദ്ദേഹം കടലിൽ നിൽക്കുന്ന ഒരു കഥയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് പഠിക്കാം. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവൽ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. നോവല ഹിയർ മീൻസ് എ ഷോർട്ട് നോവൽ. ഒരു ചെറിയ നോവലിനെയാണ് നമ്മൾ നോവല എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലയിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്ന് പറഞ്ഞ് പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഈ കഥ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിലെ ഒരു കഥാപാത്രമായ വെലസ്കോയാണ് നമ്മളോട് ഈ കഥ പറഞ്ഞു തരുന്നത്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. ദ ഷിപ്പ് പ്ലഞ്ച്ഡ് ഇൻ ടു എൻ അബിസ് ആൻഡ് ഡിസപ്പിയർഡ്. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിന്ത, ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ തനിക്ക് മാത്രം എന്തോ ഒരു അപകടം പറ്റിയതാണെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത്. ഐ വാസ് അട്ടർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. എന്തോ സംഭവിച്ചു, താൻ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ദ ഷിപ്പ് പ്ലഞ്ച്ഡ് ഇൻ ടു ആൻ അബിസ്. പ്ലഞ്ച്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
താഴ്ന്നു പോവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പ്ലഞ്ച്ഡ് ഇൻ ടു ആൻ അബിസ്. അബിസ് എന്ന് വെച്ചാൽ വലിയൊരു ഗർത്തം, വലിയൊരു കുഴിയിലേക്ക് കപ്പൽ ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. എന്നിട്ട് കപ്പൽ കാണാതായി തീരുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. I took hold of one of the bobbing crates and stupidly began to contemplate the sea. അപ്പോൾ അവിടെ ധാരാളം ക്രേറ്റ്സ് മീൻസ് സം വുഡൻ ബോക്സസ്, മരത്തിൻ്റെ ചില പെട്ടികളെയൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ചെറിയ പെട്ടികളെയാണ് നമ്മൾ ക്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പലിലുള്ള പല സാധനങ്ങളും പല ഭാഗത്തായി ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് വെലസ്കോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഹി സ്റ്റാർട്ടഡ് ടു കോൺറ്റംപ്ലേറ്റ് എന്ന് വെച്ചാൽ ചിന്തിക്കുക, ആലോചിക്കുക എന്നൊക്കെ അർത്ഥം. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. അപ്പോൾ എന്താണ്, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ കൊടുങ്കാറ്റൊന്നും അടിച്ചില്ല. കൊടുങ്കാറ്റ് അടിച്ചു എന്നൊക്കെ ഇവിടെ എൻട്രി ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല സംഭവം. യഥാർത്ഥത്തിൽ എന്താണ്, കപ്പലിൻ്റെ ബാലൻസ് തെറ്റിയിട്ട് അതിലുള്ള വസ്തുക്കളൊക്കെ പുറത്തേക്ക് ചാടിപ്പോയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. വലിയൊരു കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ഇറ്റ് വാസ് എ ക്ലിയർ ഡേ. നല്ല ശാന്തമായ ഒരു ദിവസം തന്നെയായിരുന്നു. എക്സെപ്റ്റ് ഫോർ ദ ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ്. പക്ഷേ ചെറിയ തിരമാലകൾ, ആ കാറ്റിൽ ചെറിയ തിരമാലകളൊക്കെ ഉണ്ട്. പക്ഷേ വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ദിവസമൊന്നും അല്ല. ആൻഡ് കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫസ്. ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. കാർഗോ മീൻസ് ഗുഡ്സ് ക്യാരീഡ് ഓൺ എ ഷിപ്പ്. ഇപ്പോൾ കപ്പലിലോ അല്ലെങ്കിൽ വിമാനത്തിലൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളെയാണ് നമ്മൾ കാർഗോ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഈ കപ്പലിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ പല ഭാഗത്ത്, ഈ സമുദ്രത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ തെറിച്ച് വീണ് പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, കപ്പലിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഹി ഹാസ് നോ ഐഡിയ വാട്ട് ഹാപ്പൻ ടു ദി ഷിപ്പ്. ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. ഒരു കപ്പൽ അപകടം നടന്നതിൻ്റെ ഒരു ലക്ഷണം അവിടെയില്ല. പിന്നെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, അതിൽ കയറ്റാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധനം അതിൽ കുത്തി നിറച്ച് അങ്ങനെ അത് മറിഞ്ഞതാണ് അല്ലേ, കപ്പൽ ചെരിഞ്ഞ് അങ്ങനെ മറിഞ്ഞു പോയതാണ് സംഭവം. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Giulio Amador Carabello. ഇനി ഇതിലെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ആദ്യമായിട്ട് അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഒറ്റയ്ക്കാണെന്നാണ്. പക്ഷേ പിന്നെ മനസ്സിലായി ഒറ്റയ്ക്കല്ല, വേറെയും ബാക്കിയുള്ള ആളുകളൊക്കെ പല ഭാഗത്തുണ്ട്. കാരണം അവരുടെയൊക്കെ വിളികൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹം കേട്ട ശബ്ദം ജൂലിയോ അമാഡർ കാരബെല്ലോ അല്ലേ. കാരബെല്ലോ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെയാണ്, ആ കഥാപാത്രത്തിൻ്റെ ശബ്ദമാണ് അദ്ദേഹം ആദ്യമായിട്ട് കേട്ടത്. ജൂലിയോ അമാഡർ കാരബെല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ വിളിച്ച് പറയുന്നുണ്ട് ദൂരെ നിന്ന്. ഐ റെക്കഗ്നൈസ്ഡ് എന്ന് വെച്ചാൽ തിരിച്ചറിയുക. I recognized the voice of Giulio Amador Carabello. ഇനി കാരബെല്ലോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? He was a tall, well-built officer who was yelling at someone, "Fatso, hold there." അപ്പോൾ അയാൾ എന്തോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഫാറ്റ്സോ മീൻസ് എ ഫാറ്റ് മാൻ എന്നുള്ള അർത്ഥമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ഭാഷയിലുള്ള എന്തെങ്കിലും വാക്കുകളായിരിക്കാം. എന്താണെങ്കിലും അയാൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഫാറ്റ്സോ ഹോൾഡ് ദെയർ അല്ലേ, അവിടെ നിൽക്ക് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ജൂലിയോ അമാഡർ കാരബെല്ലോ. അദ്ദേഹം ഒരു ഓഫീസറാണ്. ഇനി ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ് ഐ ഹാഡ് അവേക്കൻ ഫ്രം എ മൊമെന്റ്സ് ഡീപ്പ് സ്ലീപ്പ്. അപ്പോൾ ഇവിടെ വെലസ്കോയ്ക്ക് തോന്നിയ കാര്യം എന്താണ്? എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ പോലുള്ളൊരു പ്രതീതിയാണ് അല്ലേ. പെട്ടെന്ന് താൻ കടലിലേക്ക് വീണു. ബാക്കിയുള്ളവരൊക്കെ പല ഭാഗത്തുണ്ട്, പല ആളുകളുടെ വിളികൾ ഇങ്ങനെ കേൾക്കുന്നു. എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നതുപോലെ. എന്താണെന്നൊന്നും തിരിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇറ്റ് ഡോണ്ട് ഓൺ മീ ദാറ്റ് ഐ വാസിൻറ്റ് എലോൺ ഇൻ ദ സീ. സോ ഡോണ്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് സ്ലോലി അല്ലേ, ഇങ്ങനെ തെളിഞ്ഞു വരിക അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി വരിക. അപ്പോൾ അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കടലിൽ വീണിട്ടുണ്ട്. It dawned on me that I wasn't alone in the sea. There only a few meters away my mates were shouting to one another and trying to stay afloat. Afloat എന്ന് വെച്ചാൽ ഫ്ലോട്ടിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാർഗോയിലൊക്കെ ഇങ്ങനെ പിടിച്ച് മരത്തിൻ്റെ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എല്ലാവരും ചുറ്റുവട്ടത്ത് ഉണ്ട്. Quickly I began to think I couldn't swim in just any direction അല്ലേ. അപ്പോൾ എന്താണ് ഇനി ചെയ്യുക? ഒരു ഭാഗത്തേക്കും നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല, കാരണം അവർ
പ്രധാനപ്പെട്ട ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം വന്നിരിക്കുന്നു. ഐ കുഡിൻ സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. ഐ നോ വി വെർ അബൌട്ട് 50 miles ഫ്രം കാർട്ടജീന. അല്ലെ, കാർട്ടജീന എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 50 മൈൽ ദൂരം അവർ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്തേക്കും നീന്തി കരയ്ക്കെത്താൻ കഴിയില്ല. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. ഫോർ എ മൊമെൻറ്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി. പക്ഷേ അദ്ദേഹം ധൈര്യം കൈവിടാതെ ആ ഒരു മരത്തിൻ്റെ പെട്ടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും ആരെങ്കിലും തൻ്റെ സഹായത്തിന് വരുന്നത് വരെ അങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം വെലസ്കോയ്ക്ക് ഉണ്ട്. Until help arrived, it was reassuring to know that all around me other sailors were in the same predicament. Predicament means a difficult situation. അല്ലേ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. അല്ലേ, തൻ്റെ അതേ അവസ്ഥയിൽ, തൻ്റെ അതേ സാഹചര്യത്തിലാണ് ബാക്കിയുള്ളവരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് നേരം കൂടി ഇങ്ങനെ സഹായം വരുന്നത് വരെ ഇങ്ങനെ കാത്തു നിൽക്കണം എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. ദാറ്റ് വാസ് വെൻ ഐ സോ എ റാഫ്റ്റ്. അപ്പോഴാണ് ഞാനൊരു ചെറിയ ഒരു തോണി കണ്ടത്. റാഫ്റ്റ് മീൻസ് എ സ്മോൾ ബോട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എമർജൻസി. എന്തെങ്കിലും എമർജൻസി അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഒരു തോണിയാണ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒരു റാഫ്റ്റ് കണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്